വേറൊരു കൂട്ടർ അനുവദിച്ചു കൊടുത്തു. ഇവൻ എന്താണ് എഴുതുന്നത്? മുഹമ്മദ് നബിയുടെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച്, റസൂലുള്ളാഹിന്റെ ശരീരത്തിലുള്ള രോമങ്ങളെ സംബന്ധിച്ച്, വിയർപ്പിനെ സംബന്ധിച്ചെല്ലാം ഇവൻ എഴുതി ബോഡി വേസ്റ്റ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ എന്റെ ഈ വാദത്തിൽ നിന്ന് ഒരൽപ്പം പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഏത് വാദത്തൊന്ന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന വാദത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് അബൂജഹലിനുണ്ടായിട്ടില്ലല്ലോ, അപ്പൊ അതുപോലെ ഇവനുണ്ടാകുന്നില്ല. അബൂജഹൽ പുറകോട്ട് പോയോ? അബൂജഹൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു. അവരെ ഒരുത്തറ് പോയി മസ്ഖറ കണ്ടാര്, അപ്പോൾ നാടെല്ലാം തീയായി നിറച്ചോവർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹൗസല്ലാദവരെ മസ്ഖറ ചെയ്യാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോ അടുത്തൊക്കെ ചെല്ലുമ്പോ ഒന്നായിട്ട് തീ ഇങ്ങനെ കത്തുന്നു. പക്ഷെ വേറെ ആൾ കാണുന്നില്ല. ഇവൻ തീ കത്തുകൊണ്ട് പേടിച്ചോടിപ്പോയി. അതുപോ ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അവിടത്തെ ഉമ്മത്തിയിൽപ്പെട്ട ഗൗസുൽ ആദമിന് കൊടുത്തതാണ് കറാമത്തായിട്ട്. അതുപോലെ അല്ലെങ്കിൽ അതിലുപരിയായി റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി ലാനത്താക്കപ്പെട്ട അബൂജഹൽ വാളും മൂരിയിട്ട് ഇങ്ങനെ ചെന്ന് അടുത്തെത്തപ്പോ ഒന്നൊരൊറ്റ പിന്നോട്ടം ഓട്ടം. എന്താണ് അബൂജഹലെ, നീ ഇത്ര വലിയ വീമ്പിളക്കി വാളുമായിട്ട് ചെന്നിട്ട് പിന്നെ പിന്നോട്ട് മാറിയത്? അപ്പൊ അവൻ പറയുന്നു, ഓ ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ മുഹമ്മദിന്റെ ചുറ്റുഭാഗത്തും തീയതാ കത്തി പടരുകയാണ്. വലിയ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരൽപ്പം കൂടി അങ്ങോട്ടടുത്താൽ ഞാൻ കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു. ഇത് അബൂജഹൽ കണ്ടതും പറഞ്ഞതുമാണ്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്. പക്ഷേ അവൻ വിശ്വസിച്ചോ? അവൻ പിന്മാറിയോ അവന്റെ വാദത്തിൽ നിന്ന്? ഇല്ല. അവൻ ചാകുന്നതുവരെ റസൂലുള്ളാഹിന്റെ ശത്രു തന്നെ. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയാണ് വലിയ അഭിമാനത്തോടുകൂടി, ഞാൻ എന്റെ വാദത്തുനിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്റെ കുട്ടികളെ, എന്റെ ചെറുപ്പക്കാര്, എന്റെ കാരണവന്മാര്, നമ്മൾ തമ്മിലുള്ള ഭിന്നിപ്പൊക്കൊന്ന് ഒഴിവാക്കാൻ ഈ ആവശ്യം നിങ്ങൾ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിലുള്ള വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരം വിദേത്തുകാർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ഈമാനുള്ള മുഴുവൻ ജനങ്ങളും വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യർ. ഞാനത് വിവരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ ആദ്യമായി ആ കുട്ടിയെ കേൾപ്പിക്കേണ്ടത് വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കേൾപ്പിക്കണം. അവിടെ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ പറയാതെ ബാങ്ക് ശരിയല്ല. ഏത് സമയമാണ് മക്കളെ ഉമ്മമാര് പ്രസവിക്കാത്ത സമയം ഉണ്ടാവുമോ? പെണ്ണുങ്ങൾ പ്രസവിക്കാത്ത സമയം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഉമ്മമാര് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്തെല്ലാം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിന്റെ പേര് ആ കുട്ടിയുടെ കാതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത സമയമില്ല. ഇനി നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ അവിടെയും അങ്ങനെ തന്നെ. നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ മഗ്രിബാകുമ്പോഴല്ല തിരുവനന്തപുരത്ത് മഗ്രിബാകുന്നത്, കേരളത്തിൽ തന്നെ. അതുപോലെ ഇവിടെ ഇപ്പോൾ രാത്രി 11 മണിയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് പകൽ 11 മണിയാണ് ഈ സമയത്ത്. അപ്പോൾ എല്ലാ സ്ഥലത്തും പള്ളി ബാങ്ക് വിളിക്കപ്പെടുന്നു. ഓരോ സെക്കൻഡിലും ലക്ഷോപിലക്ഷം ബാങ്കുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡും ബാങ്ക് വിളിക്കാതെ ഒഴിവാകുന്നില്ല. ആ സമയത്ത് മുഴുവനും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിനെ പറയാത്ത ഒരു സമയവും ഇവിടെയില്ല. 2 ബാങ്കിലും, ഉമ്മ പ്രസവിച്ച സമയത്തുള്ള ബാങ്കിലും നിസ്കാരത്തിന്റെ ബാങ്കിലും അല്ലാത്ത ബാങ്കിലും, അങ്ങനെ റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത ഒരൊറ്റ സ്ഥലവും ഇല്ല, ഒരു സമയവുമില്ല. മാത്രമല്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ പറയുന്നു, അമേരിക്കക്കാരൻ നിസ്കരിക്കുമ്പോൾ അവൻ പറയുന്നു, ലണ്ടൻകാരൻ പറയുന്നു, യുഎഇക്കാരൻ പറയുന്നു, സൗദിക്കാരൻ പറയുന്നു. അങ്ങനെ മാറി മാറി വരുന്ന ടൈമുകളിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാര് മുഴുവനും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നത് നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് സലാം പറയാത്ത ഒരു സമയവും ഇല്ല. എന്ന് മാത്രമല്ല, വറഫഅനാ ലക ദിക്റക ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, പഠിപ്പിക്കുന്നു, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ യാ റസൂലല്ലാഹ്. അല്ലാഹു പറയുന്നു, എന്നെ എവിടെയെല്ലാം പറയപ്പെടുന്നുവോ അവിടെ തങ്ങളെയും പറയപ്പെടും മുഹമ്മദ് നബിയേ. അല്ലാഹുവിനെ പറയപ്പെടുന്ന ഒരു സ്ഥലത്തും അതാ റസൂലുള്ളാഹിനെ പറയാതെയില്ല. അങ്ങനെ അതാ മൗത്തിന്റെ സമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനായ മനുഷ്യരത മരിച്ചു പോകുന്നു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും മൗത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിയുടെ മദ്ഹ്, തൗറാത്തിലും ഇഞ്ചീലിലും തബൂറിലും റസൂലുള്ളാഹിന്റെ മദ്ഹ്, ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ്. ഈ റസൂലുള്ളയാണോ സാധാരണ മനുഷ്യൻ? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ മദ്ഹ് ചെയ്ത്, ഇങ്ങനെ മദ്ഹ് ചെയ്തു പറയുന്നു, വഅസ്സന മിൻക ലം തറഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദുൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അതാ തങ്ങളെപ്പോലെ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ ലോകത്തില്ല, തങ്ങളെപ്പോലെ അറിവുള്ള മനുഷ്യനില്ല, ചിന്തകനില്ല, പ്രാപ്തിയുള്ളവരില്ല, ധർമ്മിഷ്ഠരില്ല, ഭംഗിയുള്ളവരില്ല, തങ്ങളെപ്പോലെ മറ്റൊരാളില്ല. അങ്ങനത്തെ ഹബീബായ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വെറുമൊരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ നീങ്ങിപ്പോകരുത്. ഞങ്ങൾ ഇതാണ്, നിങ്ങൾ സുന്നിയായിരിക്കണം, ബിദ്അത്ത് പോകരുത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഷഅർ മുബാറക്
ഹുദൈബിയ സന്ധിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷഅർ മുബാറക് കളയിച്ചു. ഹുദൈബിയ ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്നതായിരുന്നു. അവിടെ വെച്ച് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത കൊല്ലം വരാമെന്ന് പറഞ്ഞ സന്ധിയോടുകൂടി മടങ്ങുന്നു, തഹല്ലുലാകുന്നു. അവിടെ വെച്ച് ഷഅർ മുടി കളയിച്ചു. ആ കളയിച്ച മുടി അടുത്ത ഒരു സ്ഥലത്ത് വെച്ചു. സഹാബികൾ ആ മുടികൾ എല്ലാം എടുത്ത് സൂക്ഷിച്ചു. ഖാലിദ് വൽ വലീദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ അതെടുത്ത് സൂക്ഷിച്ചു. പിന്നീട് അവിടുത്തെ മുടി അടുത്ത കൊല്ലം ഉംറത്തുൽ ഖളാ എന്ന ഉംറയിലും അവിടുത്തെ ഷഅർ കളയിച്ചു, മുടി കളയിച്ചു. പിന്നെ ജഅറാനത്തിൽ പോയി വന്ന ഉംറ, അവിടെയും മുടി കളയിച്ചു. പിന്നെ ഒരു ഉംറ ചെയ്തു, അവിടെയും മുടി കളയിച്ചു. പിന്നെ ഹജ്ജത്തുൽ വദായിലും മുടി കളയിച്ചു. അഖിലെ 5 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് മുടി കളയിക്കുകയും ആ മുടികളെല്ലാം സഹാബികളെടുത്ത് സൂക്ഷിക്കുകയും അവസാനത്തെ ഹജ്ജത്തുൽ വദായിൽ മുഴുവൻ ആളുകൾക്കും ഓഹരി ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ബറക്കത്ത് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിച്ചു. പറയാനിപ്പോ സമയമില്ല, എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിച്ചു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയുന്നത് അൻ തകൂന ശഅറത്തുൻ മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ. റസൂലുള്ളാഹിന്റെ തലയിലെ അല്ലെങ്കിൽ ശരീരത്തെ ഒരു മുടിക്കെട്ടം എന്റെ കയ്യിലുണ്ടാകുന്നത് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. അത്രയും അധികം അവർ ബഹുമാനിച്ചു. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ ഷഅർ എടുത്ത് സൂക്ഷിക്കുകയും വെള്ളത്തിലിട്ട് രോഗികൾക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. തെളിവുകൾ പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ പറയാനുണ്ട്, ഞാൻ ചുരുക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹിയുടെ ഷഅർ കൊണ്ട് ബർക്കത്തെടുക്കുക. ആ ഷഅർ മർക്കത്തു തഖാഫത്തി സുന്നിയയിൽ 6 വർഷമായി കിട്ടി സൂക്ഷിച്ചു വരികയാണ്. ഈ വർഷം പുതിയ മറ്റൊന്നുകൂടി കിട്ടിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു റസൂലുള്ളാഹിയുടെ ഷഅർ സൂക്ഷിക്കാനും അവിടെ അത് കാണാൻ വരുന്ന ജനങ്ങൾക്ക് നിസ്കരിക്കാനും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജിനും മറ്റെല്ലാം കൂടി ഒരു വലിയ പള്ളി ഉണ്ടാക്കണം. 40 കോടി ചെലവ് വരുന്ന പള്ളി ഉണ്ടാക്കണം. പക്ഷേ അതൊരാളും 2 ആളും വേണ്ട, പാവപ്പെട്ട ജനങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു 4 ലക്ഷം കൂപ്പൺ അടിക്കുക. ആ 4 ലക്ഷം കൂപ്പൺ 1000 രൂപയുടെ കൂപ്പൺ അടിച്ച് 4 ലക്ഷം ആളുകളോട് വാങ്ങാം. ആദ്യത്തെ കൂപ്പൺ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവർക്ക് കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഈ കളിക്കുന്നവനൊന്നും കളിക്കണ്ട, തീർച്ചയായും അല്ലാഹു അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഞങ്ങളിങ്ങനെ കൊണ്ടുതരാപ്പോ എവിടെ ഇരിക്കുന്നു സ്ഥലത്തു സാധുക്കള് ഇവിടെ വന്നപ്പോ എത്രയാൾ തന്നു, റൂമിൽ നിന്ന് വരുമ്പോഴെത്രയാൾ തന്നു. എല്ലാ സ്ഥലത്തും മുഅ്മിനീങ്ങൾ, റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങൾ, ഇങ്ങനെ 1000 രൂപ. അത് തന്നെ ചിലർ വാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, ജ്യേഷ്ഠന് വേണ്ടി, അനുജന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് 5ഉം 10ഉം 25ഉം 100ഉം കൂപ്പണുകൾ തന്നുകൊണ്ടിരിക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത്, നാം തീക്കൊള്ളി കൊണ്ട് തലചൊറിയണ്ട എന്ന് പഴമക്കാർ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുകേശം കൊണ്ട് ആരും ചൊറിയണ്ട, ആരും കളിക്കണ്ട. അത് മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വളരെ വ്യക്തമായ സനദോടുകൂടി
എനിക്ക് കിട്ടിയതാണ്. വ്യക്തമായ സനദ് മർക്കസിൽ സൂക്ഷിപ്പുണ്ട്. പക്ഷേ സനദ് രണ്ടു തരം സനദുണ്ട്. ഈ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ സനദ് കൊടുത്തു. ആ സനദിൽ ഉസ്താദന്മാരെ പേരൊന്നും എഴുതിയിട്ടില്ല. ഉണ്ടോ? ഹാമിദ് കോയത്തങ്ങൾക്ക് ആരോട് കിട്ടി ഇങ്ങനെ റസൂലുള്ള വരെയുള്ള ആളെ പേര് എഴുതിയിരിക്കുന്നു ഈ സനദിൽ. അതിലെഴുതിയിട്ടില്ല എന്നല്ല, ഇവിടെ ഒന്നിലും എഴുതാറില്ല. ബാക്കിയാത്ത സ്വാലിഹാത്തിൽ 100 കൊല്ലത്തിലധികമായി സനദ് കൊടുക്കുന്നത്. അവിടെയൊക്കെ ഈ ആളുകളെ പേരെഴുതലുണ്ടോ? ഇല്ല. ആ തരുന്ന ഉസ്താദന്മാരിൽ വിശ്വസിച്ചുകൊണ്ട് ഉസ്താദന്മാര് പറയുന്നു, എന്റെ മശായിഖുമാർ, എന്റെ ഷെയ്ഖുമാർ എനിക്ക് ഇജാസത്ത് തന്നതുപോലെ ഞാൻ നിനക്ക് ഇജാസത്ത് തന്നു, ഞാൻ നിന്നെ മുദരിസാക്കി, നിന്നെ ഇമാമാക്കി, ഇതാ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുക, രേഖ കൊടുക്കുക. അതാണ് സനദ്. പിന്നെ ചില ശിഷ്യന്മാർ ആ സനദിന്റെ വിശദമായ തഫ്സീലായ സനദ് ആവശ്യപ്പെടുമ്പോൾ അവർക്കത് കൊടുക്കുകയും ചെയ്യും. ഞാൻ മർക്കത്തിൽ നിന്ന് കൊടുക്കുമ്പോഴും, സഅദിയിൽ നിന്ന് കൊടുക്കുമ്പോഴും, മഖറിൽ നിന്ന് കൊടുക്കുമ്പോഴും, ജാമിയാനൂരിൽ നിന്ന് കൊടുക്കുമ്പോഴും എല്ലാ സ്ഥലത്തും ഇജ്മാലിയായ സനദാണ് കൊടുക്കല്. അല്ലേ? എല്ലാ സ്ഥലത്തും. ഒന്നും ഇവിടെ സനദുദാന സമ്മേളനമെന്നല്ല ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ കൊടുക്കുന്ന ഈ ഉറപ്പ്, അതിനാണ് സനദ് എന്ന് പറയുന്നത്. അതിവിടെ എല്ലാ കോളേജുകളിലും അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും അതിന്റെ വിശദമായ വിവരം അറിയണമെന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ശിഷ്യന്മാർക്ക് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ മർക്കത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആവശ്യമുള്ളവർക്കും അത് ഗുണമുണ്ടെന്ന് കാണുന്നവർക്കും വേറെ പുറത്തുനിന്ന് വരുന്നവർക്കും കൊടുക്കാറുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ വ്യക്തമായ സനദോടുകൂടെ, വ്യക്തമായ ഉറപ്പോടുകൂടി സാലിഹീങ്ങളിൽ നിന്ന് ലഭിച്ച ആ ഷഅർ മുബാറക് അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ഒരു കൂട്ടം. അവരന്വേഷിക്കാൻ വന്നിട്ടില്ല, അവർ ചോദിക്കാൻ വന്നിട്ടില്ല. അവർ ചോദിച്ചുകൊണ്ട് ഉറപ്പിച്ചിട്ടല്ലേ പറയേണ്ടിയിരുന്നത്. അങ്ങനെ ചോദിക്കാൻ വന്നിട്ടില്ല, അവർ ആവശ്യപ്പെട്ടിട്ടില്ല, ആരും അത് കാണാൻ തയ്യാറായിട്ടും ഇല്ല. തയ്യാറാവാതെ പുറത്തുനിന്നിങ്ങനെ പറയാം. അത് ചെറിയ കുട്ടികളാണ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരൊക്കെ അല്ലാഹു തആല നന്നാക്കി തീർക്കട്ടെ, അവരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ അതിനൊന്നും ഒച്ചപ്പാടിന് പോകൂല. അല്ലാഹു തആല നമുക്ക് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വർജിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ഈ മനുഷ്യന് കുറെ കടമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട താങ്കളവറുകൾക്ക് ഒരു കടബാധ്യത വെച്ചുകൊണ്ട് നമ്മൾക്ക് ഉറക്കു വരൂല. അതുകൊണ്ട് നല്ല സംഭാവനകൾ എല്ലാവരും തരണമെന്ന് ആവശ്യപ്പെടുകയും നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെയും മറ്റുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും എപ്പോഴും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനം എന്റെ കുട്ടികളോട്, നല്ലവരായ കുട്ടികൾ, SSFന്റെ കുട്ടികൾ, SYSന്റെ യുവാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്, വയസ്സന്മാരുണ്ട്, ഒരു വസിയ്യത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ സ്വീകരിക്കുമോ? എന്താണതെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കണം. അതാണ് വസിയ്യത്ത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ നിങ്ങൾ ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാ സമയത്തും നിങ്ങൾ സലാത്ത് ചൊല്ലണം. ഉറക്കത്തിലും ഞാൻ പറഞ്ഞത് കരുതിക്കൂട്ടി പറഞ്ഞത് തന്നെയാണ്. ഉണർച്ചയിൽ നിങ്ങൾ എപ്പോഴും സലാത്ത് ചൊല്ലിയാൽ ഉറക്കത്തിലും ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ നിന്ന് ആ സലാത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ നിലക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക.
ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതാ വലിയ പദവിയിലേക്ക് എത്തിയത് അവിടുത്തെ സ്വലാത്തിന്റെ കാരണം കൊണ്ടാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് അല്ലാഹു തആല ഈ ദർജകളൊക്കെ തന്നിട്ടുള്ളത് മികസറത്തി സ്വലാത്തി അലൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. اللهم صل على سيدنا محمد صلاة الأولين والآخرين اللهم صل على سيدنا محمد عدد من يصلي عليك وعدد من لم يصلي عليك എന്നിങ്ങനെയുള്ള സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ധാരാളമായി വർദ്ധിപ്പിക്കുമായിരുന്നു. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇമാം ശാഫി തങ്ങൾക്ക് സ്ഥാനം കിട്ടിയത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ ചെല്ലുന്ന ദലായിലുൽ ഖൈറാത്ത് എന്ന ഒരു സ്വലാത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്ത്, ആഴ്ചയിൽ ഓരോ ദിവസവും ചെല്ലാനുള്ള സ്വലാത്തുണ്ട്. അതിൽ ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ അൽക്കഫിന്റെ കൂടെ നിങ്ങൾക്ക് കാണാം വെള്ളിയാഴ്ചത്തെ സ്വലാത്ത്. അങ്ങനെ ഓരോ ദിവസത്തെ സ്വലാത്തുണ്ട്. ഈ സ്വലാത്ത് ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു തങ്ങൾ ആണ് ഒരുമിച്ച് കൂട്ടിയത്. ശൈഖ് മുഹമ്മദ് സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മൊറോക്കോയിലെ മറാക്കിഷ് എന്ന സ്ഥലത്താണ്. ആ മറാക്കിഷിൽ അജ്ജാലുൽ ഖംസ അറിയപ്പെട്ട 5 ഔലിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽ ഒരാളാണ് ഖാദി ഇയാദ് തങ്ങൾ, മറ്റൊരാളാണ് മുഹമ്മദ് സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പണ്ട് തന്നെ സ്വലാത്ത് ചെല്ലുന്ന ആളും ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയുമൊക്കെ ആയിരുന്നുവെങ്കിലും ഉന്നതമായ സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ആ സമയത്താണ് ഒരു ദിവസം ഉച്ച സമയത്ത് വെള്ളം കുടിക്കാൻ ദാഹം വന്നു. എവിടെയും വെള്ളം കാണുന്നില്ല. അങ്ങനെ ഒരു കിണറ് കണ്ടു. കിണറിൽ വെള്ളമുണ്ട്. അത് കോരിയെടുക്കാൻ കയറില്ല, ബക്കറ്റില്ല, വട്ടക്കോരിയില്ല, വെള്ളമെടുക്കാൻ ഒരു സാധനവുമില്ല. ദാഹിച്ചിട്ട് നിവൃത്തിയില്ല. അങ്ങനെ നിൽക്കുമ്പോ വേറെ ഒരാൾ വരുന്നുണ്ട്. കണ്ടാലൊരു സാധു മനുഷ്യൻ. എന്താ ഷേഖ് ഇവിടെ നിൽക്കുന്നത്? മോനെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ആ ദാഹിക്കുന്നു, വല്ലാതെ ദാഹമുണ്ട്. ഇതിൽ നിന്ന് കോരിയെടുക്കാൻ ഒരു കയറും കൊട്ടക്കോരിയും വേണോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി കിണറിലേക്ക് പോകുന്നൊരു തുപ്പങ്ങ് കൊടുത്തു. അത് തുപ്പിയതോടുകൂടി വെള്ളമതാ പൊന്തിങ്ങോട്ട് വന്ന് കൈകൊണ്ട് മുക്കിയെടുക്കുന്ന സ്ഥാനത്തെത്തി. അപ്പോൾ മുഹമ്മദ് സുലൈമാൻ ജസൂലി തങ്ങൾ ചോദിക്കുന്നു, മോനെ, ബിമനിൽ തഹാദിഹി ദറജത്തുൽ ഉൽയാ, ഇത്രയും വലിയ ദറജ നിനക്ക് എന്തുകൊണ്ട് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ബികസ്റത്തി സ്വലാത്തി അലൽ ഹബീബ്, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ദലായിലുൽ ഖൈറാത്ത് ഒരുമിച്ച് കൂട്ടുകയും അള്ളാഹുവിന്റെ ഹബീബിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, വയസ്സന്മാരെ, വേണ്ടാത്ത ഗീബത്ത്, നമീമത്ത്, ഫസാദ് പറയുന്നതിന് പകരം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുകയും അതിൽ പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടുമെല്ലാം ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമായ അല്ലാഹ്,
ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെയും എല്ലാ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം റഹ്മാനേ. ഞങ്ങൾ കടങ്ങളെ വീട്ടിൽ തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്, മർക്കസിന് കടമുണ്ട്, ഇവിടെ മനുഷ്യന് കടമുണ്ട്, ഞങ്ങളെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും വലിയ വലിയ കടമുണ്ട്. ഈ കടങ്ങൾ വീടാൻ വഴികൾ നീ തുറന്നു തരണം റഹ്മാനേ. അതിലേക്ക് സഹായിക്കുന്ന ആളുകളെ നീ പ്രത്യേകമായി സഹായിക്കണം റഹ്മാനേ. അർഹമുർറാഹിമേ, നല്ല ചെറുപ്പക്കാരായ യുവാക്കൾ ആവേശത്തോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന മുതഅല്ലിമീങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഞങ്ങൾക്ക് അഭയമാണ് അല്ലാ. അവിടത്തേക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. ചെറുപ്പക്കാർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണം അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ റഹ്മാനേ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനേ. അർഹമുർറാഹിമായ റബ്ബേ, സാഹിര്യങ്ങളെ സിഹറിൽ നിന്നും ചതിയന്മാരെ ചതിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും എല്ലാം നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. സർവ്വ സാഹിര്യങ്ങളെ സിഹറും അവരിലേക്ക് തന്നെ മടക്കിക്കൊടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കെറുക്കാനുണ്ടാക്കുന്ന സർവ്വ വലകളും അതുണ്ടാക്കുന്നവരെ തന്നെ കുടുക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം അല്ലാ. മുഅ്മിനീങ്ങളുടെ ഐക്യവും യോജിപ്പുമുണ്ടാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ വളരെയധികം യോജിപ്പ് ഉണ്ടാക്കി തരണേ അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അതിനെ എതിർ പ്രവർത്തിക്കുന്നവരെ നീ പരാജയപ്പെടുത്തണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ എല്ലാവരുടെയും ദോഷങ്ങളെ നീ പുറത്ത് അവരെ ഖബറിനെ വെളിച്ചമാക്കണം റഹ്മാനേ. അടുത്ത ദിവസമായി ഞങ്ങളോട് വിട്ടുപിരിഞ്ഞ പയ്യനാട് ഹുസൈൻ തങ്ങളവர்களுം ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരവர்களுം അതുപോലെ ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവരെ ദർജകളെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ ആലിമീങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. അവസാനം ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിവാറിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ അംബിയാഇ വൽഔലിയാഇ വസ്സാലിഹീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും 2 മിനിറ്റും കൂടി ഇരിക്കും. ആരുണ്ട് സംഭാവന ആരാണ്? സവാജി ആരാളുള്ളത്? ഒരു 10,000 റുപ്യ കടം വീടാൻ അല്ലാഹ്. സുബൈർ സാദി ഷാർജയിൽ എല്ലാവരും ചെല്ലുമ്പോൾ സഹായം ചെയ്ത് കൊടുക്കുന്ന ആളാ. വേറെ ആളോടൊക്കെ വാങ്ങാനും 5000 റുപ്യ. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ. ആമീൻ. ബിസ്മില്ലാ. പെട്ടെന്ന് പെട്ടെന്ന് അതിലൊരു മഹദ്വാർക്കും